ഉണ്ട് തനിയെ ലോക്കാവും അടുത്തുനിന്ന് അൺലോക്കാവും. ഇപ്പം ഞാൻ ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇപ്പം ബാക്കിലോട്ട് പോയി കണ്ട വണ്ടി ഇപ്പം ക്ലോസ് ആയി, ലോക്ക്ഡ് ആയിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മളുള്ള റെനോ കൊല്ലത്തിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വന്നത് റെനോ ഡ്രൈവറിൻ്റെ ടോപ്പ് ആൻഡ് വേരിയൻ്റ് ഫുള്ളി ടോപ്പ് ആൻഡ് വേരിയൻ്റായ ഇമോഷനിലാണ്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഡീകോഡാണ്. അപ്പോൾ നമ്മൾ മുമ്പത്തെ വീഡിയോ നമ്മളെ എവല്യൂഷൻ എന്ന് പറയുന്ന സെക്കൻഡ് ബേസ് മോഡലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ ഫുള്ളി ടോപ്പ് ആൻഡ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ടെക്നോ വേരിയൻറ്റ് അവൈലബിൾ ആകുമ്പോൾ നമ്മൾ ടെക്നോ വേരിയൻറ്റും കൂടെ ചെയ്യുന്നു. ബിഫോർ സ്റ്റാർട്ടിങ് ദിസ് വീഡിയോ, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ എനി റെനോ വെഹിക്കിൾസ്, കോൺടാക്ട് ഡീറ്റെയിൽസ് സൈഡിൽ തന്നെ കൊടുക്കാം. പിന്നെ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമുക്ക് ഫ്രണ്ട് പ്രൊഫൈലിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട് പ്രൊഫൈലിൽ നോക്കുകയാണെങ്കിൽ കമ്പയർ ടു ദി ഫേസ് ലിഫ്റ്റ് നമ്മളുടെ ഗ്രില്ല് പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഫുൾ പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അതിൽ കൂടെ സ്ട്രൈപ്സ് പോയിട്ടുണ്ട്, അതും പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്. റെനോയുടെ ലോഗോ ഞാൻ മുമ്പത്തെ വേരിയൻ്റ് വെച്ച് പറഞ്ഞ പോലെ തന്നെ ഈ ഡ്രൈവറിലാണ് റെനോയുടെ പുതിയ ലോഗോ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. കാണാൻ നല്ല അട്രാക്റ്റീവ് ആണ്. 2Dയിലാണ് വന്നിരിക്കുന്നത്. LED പ്രൊജക്ടർ ഹെഡ്ലാംപ്സ് ആണ് വന്നിരിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് പക്ഷേ ഹലോജനാണ്, ബട്ട് DRL ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ ഓവറോൾ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള LED ഈസ് റിയലി പവർഫുൾ. കാരണം ഒരു അപ്ഗ്രേഡാണ് പ്രീ ഫേസ് ലിഫ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പം. ഇവിടെ നോക്കിയാൽ ചെറിയ സിൽവർ എലമെൻറ്റ് വന്നിട്ടുണ്ട്. എയറോസ്കൂപ്സ് ഒന്നുമില്ല, ഇത് വെറും ഫംഗ്ഷനൽ അല്ല. ഫോഗ് ലാംപ്സ് LED ആണ് ഓഫർ ചെയ്തത്. ഫോഗ് ലാംപ്സ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മുമ്പ് അവിടെ DRL ആയിരുന്നു വരുന്നത്, ഇപ്പം ഫോഗ് ലാമ്പാണ് വരുന്നത്. 3 പാർക്കിംഗ് സെൻസേഴ്സ് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഇൻ സെഗ്മെൻ്റ് ആണ്. പിന്നെ ഇവിടെ ഫുള്ളും ഒരു നമ്മളെ സിൽവർ ഫിനിഷ് വന്നിട്ടുണ്ട്. സോ ഓവറോൾ ഫ്രണ്ട് പ്രൊഫൈൽ കാണാൻ നല്ലൊരു ബോക്സി ഡിസൈനാണ്. പ്രീ ഫേസ് ലിഫ്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന വിറ്റ് ഇസ് അഗ്രസീവ്, ഒരു മെച്ചുവേർഡ് ലുക്കിംഗ് ആയിട്ടുണ്ട്. ബട്ട് വൈപ്പറിൻ്റെ വാഷേഴ്സ് ഒരെണ്ണേ ഓഫർ ചെയ്തിട്ടുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് എ ഡീൽ ബ്രേക്കർ, കാരണം ഇത്രയും സൈസുള്ളൂ. നമ്മളെ എൻജിൻ സൈഡ് അത്യാവശ്യം ഈ നമ്മളെ ഇൻറ്റീരിയർ സ്പേസിന് വേണ്ടി എൻജിൻ സൈഡ് ഇത്തിരി കുറവാണ്. ബോണത്തിൻ്റെ ഏരിയ ആണെങ്കിൽ ഒരു ആവറേജ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഓവറോൾ ഫ്രണ്ട് പ്രൊഫൈൽ കാണാൻ നല്ല അട്രാക്റ്റീവാണ്, നല്ല ഷാർപ്പാണ്. ഇപ്പം ഒരു റോഡ് പ്രസൻസ് ഉണ്ട്, നല്ല റോഡ് പ്രസൻസ് ഓഫർ ചെയ്തിട്ടുണ്ട്. വൈപ്പേഴ്സ് ആണെങ്കിൽ നോർമൽ വൈപ്പേഴ്സാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. വിതൗട്ട് ഒരു സെൻസറുണ്ട്, റെയിൻ സെൻസിങ്ങും ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പ്സിൻ്റെ കൺട്രോൾസ് വന്നിട്ടുണ്ട്. മീൻസ് അതിൻ്റെ സെൻസേഴ്സാണ് വരുന്നത്. നമുക്ക് സൈഡ് പ്രൊഫൈലിൽ നോക്കുകയാണെങ്കിൽ ക്ലാഡിങ്സ് വരുന്നുണ്ട്. ടയേഴ്സിൻ്റെ കാര്യം പറയാൻ 15 ഇഞ്ച് വീൽസാണ് വരുന്നത്. 185/65 R15 ആണ് വരുന്നത്. ഇത് വീൽ ക്യാപ്സ് ആണ് ആക്ച്വലി, ഒരു അലോയ് വീലല്ല. ബട്ട് കോസ്റ്റ് എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയാണ് ഈ ഒരു രീതി കൊണ്ടുവന്നിരിക്കുന്നത്, വീൽ ക്യാപ്സ് കൊടുത്തിരിക്കുന്നത്. ബട്ട് അലോയ് വീൽസിൻ്റെ ലുക്സാണ് വരുന്നത്. റെനോയുടെ പുതിയ ലോഗോ ഉണ്ട്, കാണാൻ നല്ല അട്രാക്റ്റീവാണ്. സോ ഓവറോൾ ലെങ്ത്തിൻ്റെ കാര്യം പറയാൻ അണ്ടർ 4 മീറ്റേഴ്സിൻ്റെ അടുത്താണ് ലെങ്ത്ത് വരുന്നത്. അണ്ടർ 4 മീറ്റേഴ്സാണ് വരുന്നത്. നമ്മളെ കൈകറിയിൽ നിന്ന് ബേസ് ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. സൈഡിലോട്ട് ഒരു ബ്ലാക്ക് ക്ലാഡിംഗ് ഉണ്ട്, അത് ഐ തിങ്ക് സ്റ്റിക്കർ ആണെന്ന് തോന്നുന്നു. ഇറ്റ് ഈസ് ജസ്റ്റ് എ സ്റ്റിക്കർ, നോട്ട് എ പ്ലാസ്റ്റിക് ഫിനിഷ്. ഗ്രൗണ്ട് ക്ലിയറൻസ് 180 mm ഓഫ് ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഓഫർ ചെയ്യുന്നത്. എക്സാക്ട് ഡീറ്റെയിൽസ് സൈഡിൽ തന്നെ മെൻഷൻ ചെയ്യാം. ഇവിടെ നമുക്ക് റിക്വസ്റ്റ് സെൻസർ വരുന്നില്ലെങ്കിലും ബട്ട് പാസീവ് എൻട്രി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കീലെസ് എൻട്രി, ഓട്ടോമാറ്റിക് നമ്മളെ ഫോൾഡബിൾ ഓറിയംസ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിളും ഇവിടെ ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. ക്യാപ്സ് ആണെങ്കിൽ ബ്ലാക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ബിക്കോസ് ഇറ്റ് ഈസ് എ ഡുവൽ ടോൺ വെഹിക്കിൾ. ഡുവൽ ടോൺ കളർ സ്കീമിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക് ചെറുതായിട്ട് ഇന്ന് വിസിബിൾ ആയിരിക്കും, കാരണം ഹെഡ് റൂമിന് വേണ്ടി നല്ലപോലെ സ്കൂപ്പ് ചെയ്തിട്ടുണ്ട്. ബട്ട് അത് നല്ല രീതിയിൽ കൊണ്ടുവരാനാണ് ഒരു റൂഫ് റെയിൽസ് കൊടുത്തിരിക്കുന്നത്. നോർമൽ ആൻറ്റീനയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. റൂഫ് റെയിൽസ് ആണെങ്കിലും ഫംഗ്ഷനലാണ്. ക്വാർട്ടർ ഗ്ലാസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അണ്ടർ 4 മീറ്റേഴ്സ് ആണെങ്കിലും ക്വാർട്ടർ ഗ്ലാസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ബാക്കിലോട്ട് പോയി ഡ്രം ബ്രേക്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ഓവറോൾ കാണാനാണ് നല്ല അട്രാക്റ്റീവാണ്. നമുക്ക് ബാക്ക് പ്രൊഫൈലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബാക്ക് പ്രൊഫൈലിൻ്റെ ഡിസൈൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നല്ല അട്രാക്റ്റീവ്, നല്ല രസമുണ്ട്. നമ്മൾ ഇതിൻ്റെ ബേസ് മോഡൽ സെക്കൻഡ് ബേസ് മോഡൽ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഫുൾ LED സെറ്റപ്പാണ് വരുന്നത്. ബട്ട് ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലാമ്പ് ഹലോജനാണ് വരുന്നത്. ബട്ട് ഇതിപ്പം നല്ലൊരു ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്, നല്ല അട്രാക്റ്റീവാണ്. അതിനെ കണക്ട് ചെയ്ത് തന്നെ ഒരു ബ്ലാക്ക് സ്ട്രിപ്പ് പോയിട്ടുണ്ട്. റെനോയുടെ പുതിയ ലോഗോ വന്നിട്ടുണ്ട്. വൈപ്പേഴ്സും ഡീഫോക്കസ് വരുന്നുണ്ട്. ഈസ്റ്റർ എഗ്സ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അല്ലാതെ ട്രൈബറിൻ്റെ ബാഡ്ജ് ഇവിടെ ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതൊരു മെറ്റാലിക് ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. പിന്നെ വാഷേഴ്സ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇനി ബൂട്ട് സ്പേസ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. ബൂട്ട് സ്പേസ് അത്യാവശ്യം വലുതാണ്, നല്ല ഹെവിയാണ്. ഡേക്ക് ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഒരു ബേജ് കളർ തീമിലാണ് വരുന്നത്. അറൗണ്ട് 50 liters ഓഫ് ബൂട്ട് സ്പേസ് ഇപ്പോൾ എല്ലാം റോ അപ്പ് ചെയ്ത് വെച്ചാലേ കാണുള്ളൂ. ഇത് നമുക്ക് ഫോൾഡബിളാണ്. ലാസ്റ്റ് റോ ഫോൾഡബിളും ആണ്, റിമൂവബിളും ആണ്. 3-pointed സീറ്റ് ബെൽറ്റ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇത് റിമൂവ് ചെയ്യുകയാണെങ്കിൽ അറൗണ്ട് 500 or 550 liters ഓഫ് ബൂട്ട് സ്പേസ് വരുന്നുണ്ട്.
ടൂൾ കിറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സ്പെയർ വീൽ അടിയിലായിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. കമ്പയർ ടു സെക്കൻഡ് ബേസ് മോഡൽ സ്പെയർ വീൽ ഓഫർ ചെയ്യുന്നുണ്ട്. നമ്മൾ സെക്കൻഡ് ബേസ് മോഡലിന് പഞ്ചർ കിറ്റാണ് ഓഫർ ചെയ്യുന്നത്. നമുക്ക് ബൂട്ട് ക്ലോസ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് 3 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്, റിഫ്ലക്ടറും വരുന്നുണ്ട്, ഒരു സിൽവർ ഡിഫ്യൂസർ ട്രീറ്റ്മെൻ്റ് ആണ് വരുന്ന, ഒരു എക്സോസ്റ്റ് നോട്ട് വിസിബിളാണ്, നമ്മൾ നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ, അത് വേറൊരു കാര്യം. സോ ബാക്കിൽ നോക്കാൻ നല്ല അട്രാക്റ്റീവ് ഡിസൈനാണ്, നല്ല രസമുണ്ട്. നോ ഇറ്റ് ഈസ് മോർ മെച്യൂർ, ഒരു അപ്പ് മാർക്കറ്റ് ഫീൽ ഇപ്പം വരുന്നുണ്ട്. നമുക്കിനി സീറ്റ്സ് നോക്കുന്നതിന് മുമ്പ് എഞ്ചിൻ്റെ കാര്യം തന്നെ ഒന്നും കൂടെ ചെക്ക് ഔട്ട് എഞ്ചിൻ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. എഞ്ചിൻ ഓപ്പൺ ചെയ്യുന്ന ഹുഡ് ലിവർ ഹിഡൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയ്ക്ക് ആരെയും കാണാതിരിക്കാനാണെന്ന് തോന്നുന്നു. ഇവിടെ ആയിട്ട് നമുക്ക് ഹെഡ്ലൈറ്റ് ലെവലിൻ്റെ സ്വിച്ചസും വരുന്നുണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റ് ലിവറും വരുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഹുഡ് അത്യാവശ്യം ഹെവിയാണ്, സീംസ് ഓക്കെ, ബട്ട് ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട്. സർപ്രൈസിംഗ്ലി ഇൻസുലേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ അല്ലാതെ നമുക്ക് ചെറിയ സ്റ്റാൻഡുണ്ട്, ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് ഒന്നും വരുന്നില്ല. ഈ കാണുന്നത് 1 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് D4D എഞ്ചിൻ. 1 ലിറ്ററാണ്, നാച്ചുറലി ആസ്പിറേറ്റഡ് ആണ്, 71 bhp, 96 Nm ടോർക്കാണ്. റിഫൈൻമെൻറ്റ് സീംസ് ഓക്കെ, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. പെപ്പി ആണോ എന്ന് ചോദിച്ചാൽ പെപ്പിയല്ല, ഇറ്റ്സ് എ നോർമൽ കാർ, നോർമൽ ഫാമിലി കാർ ആയതുകൊണ്ട് അതിൻ്റെ അനുസരിച്ചുള്ള പവർ ഇതിനകത്ത് ജനറേറ്റ് ചെയ്യുന്നുള്ളൂ. ഇതിനകത്ത് പല ടെക്നോളജി കൊടുത്തിട്ടുണ്ട്. റെനോയുടെ ക്ലിയോ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ സ്പെക്ക് മോഡൽസിനകത്ത് വരുന്ന ചെറിയ ടെക്നോളജീസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വരുന്ന 5 സ്പീഡ് AMT ട്രാൻസ്മിഷനിലും 5 സ്പീഡ് മാനുവലും വരുന്നുണ്ട്. സോ നമുക്ക് ഇനി ഇൻറ്റീരിയർ ചെക്കൗട്ട് ചെയ്യാം. ബാക്ക് സീറ്റ്സ് നമുക്ക് ഇനി റിയർ സീറ്റ്സ് നോക്കാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ക്ലോസ് ചെയ്യുമ്പോൾ നല്ല ഫീലുണ്ട് കമ്പയർഡ് ടു ദി പ്രീ ഫേസ് ലിഫ്റ്റ് വെർഷൻ. നമുക്ക് ഡോർ പാനൽ തന്നെ നോക്കാം. ഡോർ പാനൽ അത്യാവശ്യം ഡോറിൻ്റെ ഏരിയ തന്നെ അത്യാവശ്യം ഹെവിയാണ്, നല്ല ഹ്യൂജ് സൈസിലാണ് വരുന്നത്. പ്ലാസ്റ്റിക് ട്രീറ്റ്മെൻ്റ് ആണ് വരുന്നത്. സ്പീക്കറും ഡോർ പോക്കറ്റ്സും വിൻഡോ കൺട്രോൾസും വരുന്നുണ്ട്, അത് ഇലുമിനേഷൻ വരുന്നുണ്ട്. സിൽവർ ഫിനിഷിലെ ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത്. ലോക്ക് അൺലോക്ക് ചെയ്യുന്ന പോപ്പപ്പ് ആയിട്ടുള്ള സാധനം ഇവിടെ വരുന്നുണ്ട്. സോ ഇവിടെ സീറ്റ്സിൻ്റെ കാര്യം ഫാബ്രിക് അപ്പോൾസ്ട്രി ആണ് വരുന്നത്. ഡുവൽ ടോൺ കളർ തീമിലാണ് വരുന്നത്. ഐസോഫിക്സ് മൗണ്ട്സും അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് 2 സൈഡിലും വരുന്നുണ്ട്. ബട്ട് എല്ലാ പാസഞ്ചറിനും 3 പോയിൻറ്റഡ് സീറ്റ് ബെൽറ്റ്സ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നു. 1 ടച്ചായിട്ട് നമുക്ക് ടമ്പിൾ ഡൗൺ ചെയ്യാം സീറ്റ്സ്. 1 ടച്ചായിട്ട് ടമ്പിൾ ഡൗൺ ചെയ്യുന്ന ഇങ്ങനെയാണ്. നമുക്ക് ഫ്രണ്ട് സീറ്റ്സ് ഇത്തിരി കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് തേർഡ് റോ നോക്കാം. ഞാൻ ഫ്രണ്ട് സീറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് തേർഡ് റോ ചെക്കൗട്ട് ചെയ്യാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അത് ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ ചെയ്തിട്ട് ഒന്നും കൂടി ടമ്പിൾ ഡൗൺ ചെയ്യണം, അങ്ങനെ ഓപ്പൺ ആവുള്ളൂ, അല്ലെങ്കിൽ ലോക്ക് ആയിട്ടിരിക്കും. സോ കയറുകയാണെങ്കിൽ കയറാനും ഇറങ്ങാനും ഈസിയാണ്. ബട്ട് സീറ്റ്സ് നല്ല കംഫർട്ടബിളാണ്, കുഷനിങ് ഉണ്ട് നല്ല, അതെനിക്ക് നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ഫീൽ ചെയ്യുന്നു നല്ല, ഐ തിങ്ക് ഫാബ്രിക് അപ്പോൾസ്ട്രി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, നല്ല ഫീലുണ്ട്. ഇവിടെ നല്ല ലെഗ് സ്പേസ് ഉണ്ട്. ഇത് ഫോൾഡ് ചെയ്യാതിരുന്ന നല്ല ലെഗ് സ്പേസ് ഉണ്ട്. ഫോൾഡ് ചെയ്യാത്ത ഇത്തിരി ഫുൾ ബാക്കിലോട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ സീറ്റ്സ്. ഇവിടുത്തെ സീറ്റ് ബാക്കിയുള്ള മീൻസ് 60% സീറ്റ് നല്ലപോലെ ബാക്കിലോട്ട് ഇരിക്കുന്നത്. അണ്ടർ തൈ സപ്പോർട്ട് ഒട്ടുമില്ല, ലെഗ് റൂമും ഇല്ല. ബട്ട് ഫ്രണ്ടിലോട്ട് സീറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല കംഫർട്ടബിൾ ആയിരിക്കും. റിയർ AC ഇവൻസ് ഒക്കെ വന്നിട്ടുണ്ട്. തേർഡ് റോയിനും ഗ്രാബ് ഹാൻഡിലും വന്നിട്ടുണ്ട്. അത് സർപ്രൈസിംഗ്ലി കാരണം വേറെ വണ്ടിയിൽ അങ്ങനെ ഓഫർ ചെയ്യാത്തതാണ്. ഞാൻ പറഞ്ഞ 3 പോയിൻറ്റഡ് സീറ്റ് ബെൽറ്റ്സും ഒരു 12 വോൾട്ടിൻ്റെ സോക്കറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ചെറിയ സ്റ്റോറേജ് ഏരിയയും വന്നിട്ടുണ്ട്. പിന്നെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് 2 വന്നിട്ടുണ്ട്, 2 സീറ്റ്സിനും വന്നിട്ടുണ്ട്. സോ ഇറങ്ങുകയാണെങ്കിൽ ഇറങ്ങാൻ ഇത്തിരി കഷ്ടപ്പാട് കാണും, ബട്ട് ഇറ്റ് ഈസ് ഓക്കെ. സോ സീറ്റ്സ് ഇപ്പം നോർമൽ പൊസിഷനാണ്, നമുക്ക് ഇത്തിരി കൊണ്ട് റിക്ലൈൻ ചെയ്യാം. സോ നടുക്കത്തെ സീറ്റ്സ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പം ഫ്രണ്ടിലോട്ട് വെക്കാം. നല്ലപോലെ ഫ്രണ്ടിലോട്ട് ഇട്ടാൽ ലെഗ് റൂം കുഴപ്പമില്ല, പക്ഷെ തട്ടുന്നുണ്ട് കാല്. അണ്ടർ തൈ സപ്പോർട്ട് ഇസ് ഗ്രേറ്റ്. നമുക്ക് സീറ്റ്സ് അതേപോലെ ബാക്കിൽ തന്നെ ഇടാം. സോ നമുക്ക് സീറ്റ്സും ഒന്ന് നല്ലപോലെ റിക്ലൈൻ ചെയ്തിരിക്കാം. സോ മാക്സിമം റിക്ലൈൻ ഇത്രയാണ്. പ്രിറ്റി കംഫർട്ടബിൾ. ഹെഡ് റൂം നല്ലപോലെ ഉണ്ട്, ഇപ്പം നല്ല വിശാലമായിട്ട് തന്നെ ഇരിക്കുന്ന. ഹെഡ് റെസ്റ്റ് നല്ല സപ്പോർട്ടീവാണ്, ഇരിക്കാൻ നല്ല കംഫർട്ടബിളാണ്. ഇവിടോട്ട് നോക്കുന്ന 12 വോൾട്ടിൻ്റെ സോക്കറ്റ് വരുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുക AC വെൻസ് ഇല്ലെന്ന്. AC വെൻസ് ഇവിടെ ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. റീഡിംഗ് ലാമ്പ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. റീഡിംഗ് ലാമ്പും LED ആണ് വരുന്ന. നമ്മൾക്കിവിടെ ഗ്രാബ് ഹാൻഡിലും വരുന്നുണ്ട്. പിന്നെ ആംബ്രസ്റ്റ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ഇറ്റ്സ് നോട്ട് എ ഡീൽ ബ്രേക്കർ. പിന്നെ അല്ലാത്ത കാര്യങ്ങൾ വേറെ ഒന്നുമില്ല. 6 എയർ ബാഗ്സ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്കിനി ഡ്രൈവർ സൈഡ് ചെക്കൗട്ട് ചെയ്യാം. ഡ്രൈവർ സീറ്റ്സ് നോക്കാം, മീൻസ് കോപ്പിറ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. സീറ്റ്സിൻ്റെ കാര്യം നോക്കുന്നത് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ്. നമ്മളുടെ എവല്യൂഷൻ വേരിയൻ്റായിട്ട് കമ്പയർ ചെയ്യുന്നത് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ അല്ല അതിനകത്ത് വരുന്നത്. കയറുകയാണെങ്കിൽ നല്ല ഇപ്പം ലോവർ പൊസിഷനാണ്, നല്ല സീറ്റിംഗ് പൊസിഷനാണ് അത്യാവശ്യം. ഡോർ പാനൽ നമുക്ക് ചെക്കൗട്ട് ചെയ്യാം. ഫുൾ പ്ലാസ്റ്റിക് ഫിനിഷാണ് വരുന്നത്. അതിന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ കാണാം, ഭയങ്കര ചൂടാണ്. ഓക്കെ, വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റിഫൈൻമെൻറ്റ് സീംസ് ഓക്കെ.
സോ ഡോർ പാനൽസിൻ്റെ കാര്യം പറയാൻ ഫുൾ ഹാർഡ് പ്ലാസ്റ്റിക് ഫിനിഷാണ് വന്നിരിക്കുന്നത്. നമുക്ക് വിൻഡോ കൺട്രോൾസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ORM കൺട്രോൾസും വരുന്നുണ്ട്. ORM കൺട്രോൾസ് ഞാൻ പറഞ്ഞാൽ വരുന്നുണ്ട്. ബട്ട് ഓട്ടോമാറ്റിക് ഫോൾഡ് ചെയ്യുന്നതാണ്. നമുക്ക് വിൻഡോ ഓഫ് ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതിൻ്റെയും ഫംഗ്ഷൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലാതെ നമുക്ക് നമ്മളുടെ സ്റ്റിയറിംഗ് വീലിൻ്റെ കാര്യം പറയാൻ ചെറിയ സ്റ്റിയറിംഗ് വീലാണ്. ലെതറിൻ്റെ ഫിനിഷ് ഇവിടെ മാത്രമേ വരുന്നുണ്ട്, ബാക്കിയെല്ലാം പ്ലാസ്റ്റിക് ഫിനിഷാണ് വരുന്നത്. ബട്ട് നമുക്കിവിടെ നമുക്ക് സിൽവർ എലമെൻറ്റ്സ് വരുന്നുണ്ട്. ഈ ഓട്ടോമാറ്റിക് വേരിയൻസിനകത്ത് ക്രൂയിസ് കൺട്രോൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ബട്ട് ടോപ്പ് ആൻഡ് വേരിയൻസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഈ ലോഗോ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയാം മീഡിയ കൺട്രോളും ഇൻഫോർടൈൻമെൻറ്റിൻ്റെയും കോക്പിറ്റിൻ്റെ കൺട്രോൾസ് ഇവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക് വൈപ്പേഴ്സിൻ്റെ കൺട്രോൾസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് വൈപ്പേഴ്സിൻ്റെയും ഹെഡ്ലാമ്പ്സിൻ്റെ കൺട്രോൾസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കോക്പിറ്റിൻ്റെ കാര്യം പറയുക, എവല്യൂഷനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ, ടെക്നോ വേരിയൻ്റായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് എന്നാലും പറയാം നമുക്ക് ഇവിടെ ഒരു ചെറിയ 7 ഇഞ്ചിൻ്റെ യൂണിറ്റ് വരുന്നുണ്ട്. നമുക്ക് അല്ലാതെ കാര്യം നോക്കുകയാണ്, സ്പീഡ് വരുന്നുണ്ട്, ഏത് ഗിയറിലാണെന്ന് വരുന്നത്. അതേപോലെ തന്നെ ക്ലോക്ക് വന്നിട്ടുണ്ട്, അറ്റൻഷൻ ടു ഡീറ്റെയിൽ ആണ്. പിന്നെ അല്ലാതെ നമ്മൾ ഫ്യൂൽ ഇൻഫോർമേഷൻ വിടയായിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. വിടയും വരുന്നുണ്ട്, ഫ്യൂൽ വിത്ത് മൈലേജിൻ്റെയാണ് വരുന്നത്. പിന്നെ അല്ലാതെ ഡീറ്റെയിൽസ് എല്ലാം വരുന്നുണ്ട്, കുറേ കാര്യങ്ങൾ തന്നെ ആവറേജ് വരുന്നുണ്ട്. പിന്നെ അല്ലാതെ നമ്മളെ ഫ്യൂൽ ഹിസ്റ്ററിയും വരുന്നുണ്ട്. പിന്നെ അല്ലാതെ നോക്കുകയാണെങ്കിൽ ട്രിപ്പ് TPMS വരുന്നുണ്ട് ഇതിനകത്ത്. നോർമൽ TPS സിസ്റ്റമാണ് വരുന്നത്. പിന്നെ സർവീസിൻ്റെ അല്ലാതെ ഇൻഫോർമേഷൻസും വരുന്നുണ്ട്, ഡിമ്മിങ് കൺട്രോൾസൊക്കെ വരുന്നുണ്ട്. നോർമൽ നമ്മളുടെ സ്പീഡോമീറ്റർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സോ അല്ലാതെ ഇൻഫർടൈൻമെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ആണെങ്കിൽ വരുന്നത് സെയിം നമ്മളുടെ കൈഗറിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. കമ്പയർ ടു ദി പ്രീഫേസ് ലിഫ്റ്റ് ചെയ്ത് അപ്ഡേറ്റഡ് UI ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ടച്ച് റെസ്പോൺസ് സീംസ് ഓക്കെ, ഇറ്റ്സ് ഗ്രേറ്റ്. പിന്നെ ഇതിനകത്ത് റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ നമുക്ക് റിവേഴ്സ് ക്യാമറ ചെക്ക് ചെയ്യാം. റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. നമ്മുടെ സെൻസേഴ്സിൻ്റെ ഇവിടെയാണ് വരുന്നത്, ഫ്രണ്ട് സെൻസേഴ്സിൻ്റെ ഇവിടെയാണ് വരുന്നത്. സോ അല്ലാത്ത കാര്യം പറയാം, ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ നാവിഗേഷനും നമ്മളുടെ അല്ലാതെ റേഡിയോ ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ AC വെൻസ് ആണെങ്കിൽ ഹാർഡ് പ്ലാസ്റ്റിക് ഫിനിഷാണ് വരുന്നത്. നമ്മളുടെ സ്വിച്ചിൻ്റെ കൺട്രോൾസ് വരുന്നുണ്ട്. ഇവിടെ കുറേ സ്വിച്ചസ് വരുന്നുണ്ട്, ഹസാർഡ് ലാമ്പിൻ്റെയും ലോക്കും അൺലോക്കിൻ്റെയും ട്രാക്ഷൻ കൺട്രോളിൻ്റെയും പിന്നെ എല്ലാ ഡീഫോക്കസിൻ്റെയും പിന്നെ പാർക്ക് അസിസ്റ്റിൻ്റെ അല്ലെ മീൻസ് പാർക്കിംഗ് സെൻസേഴ്സിൻ്റെ സ്വിച്ചസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ അല്ലാതെ നമുക്ക് AC കൺട്രോൾസ് പറയുന്നത് ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ AC കൺട്രോൾസ് ആണ് വരുന്നത്. മാനുവൽ AC ആണ് വരുന്നത്. 4 വരെയാണ് ഫാൻ സ്പീഡ് വരുന്നത്. ബട്ട് കൂളിംഗ് വൈസ് ഇറ്റ് ഈസ് ഗ്രേറ്റ്. നല്ല കൂളിംഗ് ആണ് ഓഫർ ചെയ്യുന്നത് ഫ്രണ്ട് സീറ്റ്സിന്. ഇവിടെ ചെറിയ നല്ല സ്പേസ് വന്നിട്ടുണ്ട്, മൊബൈലൊക്കെ വയ്ക്കാം. സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടനും ഇവിടെ തന്നെ അല്ലാതെ USB പോർട്ടും വരുന്നുണ്ട്. ഇവിടെ സത്യം പറഞ്ഞാൽ നമ്മൾ ക്രൂയിസ് കൺട്രോളിൻ്റെ കാര്യങ്ങളായിരുന്നു വരുന്നത്. അത് നമുക്ക് എൻ സ്ക്രീൻസ് കാണിച്ചു തരാം, ക്രൂയിസ് കൺട്രോളുള്ള വേരിയൻറ്റ് മാനുവൽ വേരിയൻറ്റ് എന്തരാണെന്ന്. ഇവിടെ വയർലെസ് ചാർജർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ബേസ് മോഡൽ അല്ലെങ്കിൽ മിഡ് വേരിയൻറ്റിനകത്ത് വയർലെസ് ചാർജർ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. പക്ഷേ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സ്വിച്ചസും കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് 5 സ്പീഡ് AMT ട്രാൻസ്മിഷൻ. ഞാൻ പറഞ്ഞ പോലെ 1 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് വേരിയൻ്റ് ആയതുകൊണ്ടാണ് ഓൺലി അവൈലബിൾ വിത്ത് 1 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ്. അതുകൊണ്ടാണ് AMT ഓഫർ ചെയ്യുന്നത്. ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷനാണ് വിത്ത് ടിപ്ട്രോണിക് ഫംഗ്ഷൻ. മാനുവൽ ഹാൻഡ് ബ്രേക്കാണ് വരുന്ന. ഇവിടെ തന്നെ കപ്പ് ഹോൾഡർ വന്നിട്ടുണ്ട്, സ്മോൾ കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട്. ബ്ലോവർ സ്പീഡ്സ് ബാക്കിലേക്കുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇവിടെയും വരുന്നുണ്ട്. ചെറിയ സ്പേസ് ഇവിടെ ഇല്ലാതെ വരുന്നത്, അത് കൂളിംഗ് ആണ്, നല്ലപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഗ്ലോ ബോക്സിൻ്റെ കാര്യം പറയുന്നത് ഇവിടെ ഗ്ലോ ബോക്സ് വരുന്നുണ്ട്, നല്ല സ്പേസാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാവരും അപ്പർ ഗ്ലോ ബോക്സ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ തന്നെ പറഞ്ഞ പോലെ ചെറിയൊരു വുഡ് ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ബട്ട് ദിസ് ഇസ് ആക്ച്വലി പ്ലാസ്റ്റിക്. ബട്ട് നമ്മളെ റെനോൻ്റെ ലോഗോ ഒക്കെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഹാർഡ് പ്ലാസ്റ്റിക് ഫിനിഷാണ് ടോപ്പിലെല്ലാം വരുന്നത്. നോർമൽ IRMs ആണ് വരുന്നത്, ഡേ നൈറ്റ് IRMs ആണ് വരുന്നത്. ഇവിടെ സെൻസേഴ്സ് വരുന്നുണ്ട്, നമ്മൾ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ്സിൻ്റെയും വൈപ്പേഴ്സിൻ്റെയും. റീഡിംഗ് ലാമ്പ് ഞാൻ പറഞ്ഞ പോലെ LED ആണ് ഓഫർ ചെയ്യുന്നത്, ഒരു ലൈറ്റ് ഓഫർ ചെയ്തിട്ടുള്ളത്. നമുക്ക് വാനിറ്റി മിറേഴ്സ് വരുന്നുണ്ട് സൺവൈസറിനകത്ത്. ബട്ട് ഇവിടെ നോർമലോ ഒന്നും വരുന്നില്ല, ടോൾ ഹോൾഡർ മാത്രമേ വരുന്നുള്ളൂ. മൈക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ ഓവറിൽ ഇരിക്കുമ്പോൾ നല്ല കംഫർട്ടബിളാണ്. നമുക്ക് കീസ് ഒന്ന് നോക്കാം. കീസ് വരുന്ന ഇതാണ്, കാർഡ് കീ ആണ് വരുന്നത്. ലോക്കും അൺലോക്കും ലൈറ്റ് ഓൺ ആക്കാനും ബൂട്ട് റിലീസിൻ്റെയും ഫംഗ്ഷൻസും വരുന്നുണ്ട്. റെനോയുടെ പുതിയ ലോഗോ വരുന്നുണ്ട്. സീംസ് ഓക്കെ, കാണാൻ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഹാൻഡിയാണ്, നല്ല രസമാണ്. അല്ല കീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കീലിനകത്ത് ഞാൻ പറഞ്ഞില്ല പാസീവ് എൻട്രി ഉണ്ട്. തനിയെ ലോക്കാവും, അടുത്ത് തന്നെ അൺലോക്ക് ആവും. ഇപ്പം ഞാൻ ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ ബാക്കിലോട്ട് പോയി, കണ്ട വണ്ടി ഇപ്പം ക്ലോസ് ആയി, ലോക്ക്ഡ് ആയിട്ടുണ്ട്. അടുത്തോട്ട് വരികയാണെങ്കിൽ കണ്ട വണ്ടി അൺലോക്കായി. ഇറ്റ്സ് എ ഗ്രേറ്റ് ഫീച്ചർ. ഇനി ലൈറ്റ്സ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാം. ഹസാറാക്കിയിട്ട് നമുക്ക് ലൈറ്റ്സ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സോ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ ഞാൻ പറഞ്ഞ പ്ലേസ് ചെയ്യുന്നുണ്ട് ORMസിനകത്ത് തന്നെ. ലൈറ്റ്സ് ആണെങ്കിലും ഞാൻ പറഞ്ഞ LED ഹെഡ് ലാമ്പ്സ് ആണ് വരുന്നത്. DRLs ഇവിടെ ഫംഗ്ഷനിങ് ഓൺ ആക്കിയിട്ടുണ്ട്. ഹൈ ബീമിലാണ് ഇപ്പം കിടക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് ഇതാണ് വരുന്നത്. ഫോഗ് ലാമ്പ്സ് ഇപ്പോൾ കറൻറ്റ്ലി ഞാൻ ഓഫ് ചെയ്തിട്ടേക്കുവാണ്.
നല്ല അട്രാക്റ്റീവ്, നല്ല പവർഫുൾ ആയിട്ടുള്ള LEDs ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ, നല്ല അട്രാക്റ്റീവാണ്, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ബാക്കിലെ ടൈൽ ലാംപ്സ് നമുക്ക് നോക്കാം. LED ടൈൽ ലാംപ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. ബട്ട് ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ പറഞ്ഞ പോലെ ഹാലോജനാണ് വരുന്നത്. നല്ല അട്രാക്റ്റീവായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. സോ അപ്പോൾ ഇതൊക്കെയുള്ള നമ്മളെ റെനോ ട്രൈബറിൻ്റെ ഫുള്ളി ടോപ്പ് ആൻഡ് വേരിയൻ്റെ ഇമോഷൻ്റെ ഒരു ഡീകോഡ് എന്ന് പറയുന്ന. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടീനെ കുറിച്ച് ചെറിയ ബ്രീഫ് ഐഡിയ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ റെനോ ട്രൈബറിൻ്റെ ഡീകോഡ് എന്ന് പറയുന്നത്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ എനി റെനോ വെഹിക്കിൾസ്, കോൺടാക്ട് ഡീറ്റെയിൽസ് അതിൽ തന്നെ മെൻഷൻ ചെയ്യാം. ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ മോർ വീഡിയോസ് ലൈക്ക് ദിസ്, please subscribe and allow the bell icon. See you in my next video. Have a nice day. Bye bye.